ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കറുപ്പ് മാറാൻ സഹായിക്കുന്ന ഒരു ജെല്ലാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ്. പണ്ട് കാലത്തൊക്കെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഫോണിൻ്റെയും അതുപോലെ തന്നെ സ്ക്രീൻ ടൈമും ഒക്കെ എല്ലാവർക്കും കൂടിയത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരാൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടെയാണ് കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ മേക്കപ്പ് ഇട്ടാലും അല്ലെങ്കിൽ എത്ര തന്നെ ഭംഗിയുണ്ടെങ്കിലും മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഡള്ളായിട്ടുള്ള ഫീലാണ് ഉണ്ടാവുക. എന്നാൽ ഈ ഒരു ജെല്ല് നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കറുപ്പൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് കണ്ണിന് ചുറ്റും കറുപ്പ് ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ പാരമ്പര്യമായിട്ട് ഉണ്ടാവും, പിന്നെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായ കാരണം ഇതൊക്കെ കൊണ്ടുണ്ടാവും. ഇതിൽ പാരമ്പര്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ഉറക്കക്കുറവ് കൊണ്ടുള്ളതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്നാലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബാക്കിയുള്ള സ്ക്രീൻ ടൈം കൂടിയത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജെല്ല് യൂസ് ചെയ്താൽ തന്നെ നല്ല മാറ്റം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത്രയും ഉരുളക്കിഴങ്ങൊന്നും വേണ്ട, നമുക്കൊരു 2 ആഴ്ച ഉപയോഗിക്കാനുള്ള ജെല്ല് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം മതി. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇത് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണെങ്കിലും റോസ് വാട്ടർ ആണെങ്കിലും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. ഉരുളക്കിഴങ്ങിൽ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് ഡ്രൈ ആവുന്നത് ഇത് തടയും. എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ വൈറ്റമിൻ സി ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്ന പോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കറുപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്തറിയിക്കില്ല. തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ട് വരും. പിന്നെ ഉരുളക്കിഴങ്ങിൽ ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആക്കിയിട്ട് വയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങിലുള്ള എല്ലാ കണ്ടൻസും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണയായിട്ട് കറിയിലൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കസ്തൂരി മഞ്ഞളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാണെങ്കിലും ഒരേ ഗുണങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നതും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഈ ഒരു കറുപ്പൊക്കെ മാറ്റിത്തരാൻ സഹായിക്കുന്നതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ജെല്ലാക്കി മാറ്റാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവേരയുടെ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലിനേക്കാളും കുറച്ചും കൂടെ ഇതിന് നല്ലത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ്.
ഞാനിതിലേക്ക് ആദ്യം തന്നെ 1 സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു സിറത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ജെല്ല് പോലെ കിട്ടാൻ കുറച്ചും കൂടെ തിക്കായിട്ട് വരണം. അതിനായിട്ട് വീണ്ടും 1 സ്പൂൺ അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സിറത്തിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ആകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ജെല്ല് കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ കണ്ണിനുള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ എരിവ് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അലോവേര ജെല്ലും മാത്രം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറം പോലെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കൊരു ജെല്ല് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം പൊട്ടറ്റോ ജ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് വയ്ക്കുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ചീത്തയായിപ്പോവും. അപ്പോൾ നമുക്കൊരു 2 ആഴ്ച കേടുകൂടാതെ യൂസ് ചെയ്യാൻ നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ ഡോറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചാൽ മതി. അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നിങ്ങളിത് കണ്ണിന് ചുറ്റും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിനുള്ളിലേക്ക് ആവാതെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ണിന് ചുറ്റും ഇതുപോലെയുള്ള ജെല്ലും സിറവും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചുരുങ്ങിയതൊരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പായിട്ട് വിഷമിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്